ഫാം നടത്തുന്ന ആളോ അല്ലെ ഇത് പരിചയമുള്ള ആളോ അല്ല, നമ്മൾ ഏത് ദൗത്യത്തിലും നമ്മൾ ഏറ്റെടുക്കുക. എന്തൊക്കെ മൃഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിനൊക്കെ രക്ഷപ്പെടുത്താൻ എന്ത് നമ്മൾ ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പശു ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു പ്രയാസമുണ്ടെന്ന്. ഇപ്പോൾ ഇന്നലെ മിനാന്നൊക്കെ ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ തെരച്ചിലിന് അവിടെ കുറേ പശുക്കൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാനുള്ള നിലയ്ക്ക് നമ്മൾ ജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കഴിച്ചിലാക്കാനുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ആ ദൗത്യമായിട്ട് മുന്നോട്ട് നീങ്ങിയത്. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനത്തെ പശുക്കളും അതുപോലെ തന്നെ നായി പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതിന് നമ്മളൊരു സംവിധാനങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പശു അങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ഒരു പ്രയാസവും അതിൻ്റെ വിട്ട് പാല് കൂടുതലായി നിൽക്കണ്ടായി നടക്കാനൊരു പ്രയാസമുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഒന്ന് അത് കറക്കാവുന്ന സംവിധാനത്തിൽ ഞാൻ വന്ന്. ഞാനല്ലാതെ ഒരു ഫാം നടത്തുന്ന ആളോ അല്ലെ ഇത് പരിചയമുള്ള ആളോ അല്ല, നമ്മൾ ഏത് ദൗത്യത്തിലും നമ്മൾ ഏറ്റെടുക്കുക. ഭക്ഷണം ഞങ്ങൾ കൊടുത്തു നോക്കി, ഭക്ഷണം കൊടുത്തോ ഭക്ഷണം കഴിക്കുകയല്ല. പിന്നെ ഒന്ന് മനസ്സിലാക്കുന്ന അതിൻ്റെ വീട്ടിൽ പാല് കിടക്കുന്നുണ്ട്, ആ പാല് ഒഴിവായി കഴിഞ്ഞാൽ അതിന് പ്രയാസങ്ങൾ മാറും. അങ്ങനെ ഞങ്ങൾ പാല് ഇപ്പോൾ ഞങ്ങൾ ഇവരെല്ലാവരും മെസ്റ്റിൻ്റെ ആളുകളെല്ലാം കൂടി അത് ഞങ്ങൾ ക്ലിയറാക്കി. പശു ഒന്നല്ല, എന്തൊക്കെ മൃഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിനൊക്കെ രക്ഷപ്പെടുത്താൻ എന്ത് നമ്മൾ ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ്. ഈ സംഭവം നടന്ന അന്ന് തന്നെ ഞങ്ങൾ ഒരു 10ഓളം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ മെനയാന്നായിട്ട് കുറേ ബോഡികൾ ഞങ്ങൾ അവിടുന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്.